സംവരണമണ്ഡലമായ മാവേലിക്കരയിൽ ഇത്തവണയും കൊടിക്കുന്നിൽ സുരേഷ് തന്നെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായേക്കും. കഴിഞ്ഞ 2 തവണയും ജയിച്ച കൊടിക്കുന്നിലിന് 3ാം അംഗത്തിൽ വിജയിക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. CPI സീറ്റ് വിട്ടു നൽകിയാൽ പുന്നല ശ്രീകുമാറിനെ പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള ആലോചന LDF-ൽ സജീവമാണ്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും UDF-നെ തുണച്ച മണ്ഡലമാണ് മാവേലിക്കര. സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ നിന്നും കഴിഞ്ഞ 2 തവണയും ജയിച്ചു കയറിയത് കൊടിക്കുന്നിൽ സുരേഷായിരുന്നു. ദേശീയ നേതാവെന്ന നിലയിലും മികച്ച പാർലമെന്ററിയൻ എന്ന നിലയിലും കോൺഗ്രസിൽ കൊടിക്കുന്നിലിനെ കുറിച്ച് എതിരഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പിൽ നിന്നും കൊടിക്കുന്നിലിന്റെ പേരല്ലാതെ മറ്റൊന്നും ഉയർന്നു കേൾക്കുന്നില്ല. കഴിഞ്ഞ 2 ടേമായി വളരെ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വളരെ അനുകൂലമായ സാഹചര്യം MPയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വലിയ മതിപ്പ് പൊതുസമൂഹത്തിനിടയിലും പാർട്ടിയിലുമുണ്ട്. LDF-ൽ CPIയുടെ മണ്ഡലമാണ് മാവേലിക്കര. പക്ഷേ സീറ്റ് ലഭിച്ച ശേഷം ഒരിക്കൽ പോലും CPI സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ജയിക്കാനായിട്ടില്ല. കഴിഞ്ഞ 2 തവണയും CPI സ്ഥാനാർത്ഥി കൊടിക്കുന്നിലിന് മുന്നിൽ മുട്ടുമടക്കി. 2014 മത്സരിച്ച ചെങ്ങറ സുരേന്ദ്രൻ 32,000-ലധികം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. എന്നാൽ ഇത്തവണ മണ്ഡലം പിടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷം. ഏറ്റവും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ആ പാർലമെന്റിനെ ഇത്തവണ ആ പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യും. അതിനാവശ്യമായ തരത്തിലുള്ള സംവിധാനങ്ങൾ CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൂടി ആലോചിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ഏറ്റവും കരുത്തനായ ഒരു പാർലമെന്റ് അംഗം അവിടെ ഉണ്ടാകണം എന്നുള്ള അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാകും. CPI സീറ്റ് വിട്ടുകൊടുത്താൽ KPMS നേതാവ് പുന്നല ശ്രീകുമാറിനെ മത്സരിപ്പിക്കാനും ഇടതുമുന്നണിയിൽ നീക്കം നടക്കുന്നുണ്ട്. വനിതാ മതിലിന്റെ സംഘാടനത്തിൽ നേതൃനിരയിലുണ്ടായിരുന്ന പുന്നല ശ്രീകുമാർ നിലവിൽ ഇടതിനൊപ്പമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ദളിത് വോട്ടുകൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ പുന്നല ശ്രീകുമാറിന് വിജയിക്കാനാകുമെന്നാണ് ഇടതു കണക്കുകൂട്ടൽ. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ദളിത് മോർച്ച നേതാവ് P. സുധീറായിരുന്നു BJP സ്ഥാനാർത്ഥി. ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും P. സുധീർ തന്നെ സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് സൂചന. 4 ജില്ലകളിലായി ചിതറിക്കിടക്കുന്ന മണ്ഡലത്തിൽ സ്വാധീനമുള്ള BDJS വോട്ടുകൾ ഏകീകരിച്ച് നേട്ടമുണ്ടാക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി പോരാട്ടം കടുപ്പിക്കാനാണ് മുന്നണികളുടെ തീരുമാനം. വോട്ടുറപ്പിക്കാനുള്ള കൂട്ടലും കിഴിക്കലും മുന്നണികൾ മണ്ഡലത്തിൽ ആരംഭിച്ചും കഴിഞ്ഞു. മാവേലിക്കരയിൽ നിന്നും ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ബിനിൽ സാബു, മീഡിയ 1.